ഉത്തമനായ ഒരു ഭർത്താവായി ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ അവന് 5 ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ആത്മീയ ആചാര്യന്മാരും ധാർമ്മിക ചിന്തകരും പറയുക. 5 പ്രത്യേകത ഉണ്ടായിരിക്കണം ഉത്തമനായ ഒരു ഭർത്താവിന്. 1, അവൻ കല്യാണം വരെ ജീവിച്ചിരുന്ന കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ അവൻ ആർജിച്ചതെല്ലാം വെടിയണം. ഉദാഹരണം, കള്ളു കുടിക്കുമായിരുന്നു, വിവാഹത്തോടെ നിർത്തണം. പുകവലിക്കുമായിരുന്നു, അത് വിവാഹത്തോടെ നിർത്താൻ ശ്രമിക്കണം. ബ്ലൂ ഫിലിം കാണുമായിരുന്നു, നിർത്തി. ഒരുപാട് ജടികമായ പാപങ്ങൾ വീഴുമായിരുന്നു, നിർത്തി. ഒറ്റയ്ക്ക് ജീവിച്ച കാലഘട്ടത്തിൽ ആർജിച്ച പല സ്വഭാവങ്ങളെയും വെടിയാണ്. രണ്ടാമത് നമ്മൾ പറയും, നമ്മൾ ചില കാര്യം മറക്കണം. എന്താണ് മറക്കുക? മറക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതെല്ലാം മറന്നു കളയണം. ആരെങ്കിലും കുത്തുവാക്ക് പറഞ്ഞ് മുറിപ്പെടുത്തിയോ ആ വാക്കുകളെയും ആ മുഖങ്ങളെയും മറക്കണം. നമ്മളെ കൊച്ചാക്കുന്ന സംസാരം പറഞ്ഞവരുണ്ടോ, ആ വ്യക്തികളെയും ആ സാഹചര്യങ്ങളെയും മറക്കണം. എന്നെ പേടിപ്പിച്ച, എന്നെ വേദനിപ്പിച്ച, എന്നെ നൊമ്പരപ്പെടുത്തിയ ചില വ്യക്തികളുണ്ട്, അത് മുഴുവൻ ഞാൻ മറക്കണം. ഇതാണ് വിവാഹത്തിൻ്റെ വിജയം. മറക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം മറക്കുക. 2, അപ്പോൾ 1, ജീവിതത്തിൽ കുട്ടിക്കാലത്ത് ആർജിച്ച എല്ലാ സ്വഭാവങ്ങളും ഒറ്റയ്ക്കായിരുന്നുണ്ടായിരുന്ന എല്ലാം ഞാൻ മറക്കുന്നു. 2, ഞാൻ പുറപ്പെടണം. എന്താണ് പുറപ്പെടണം? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. എനിക്ക് പല ഇഷ്ടങ്ങളുമുണ്ട് ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ. വിവാഹത്തിന് ശേഷം അത് നടക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ എന്നിൽ നിന്നും എൻ്റെ ഭാര്യയുടെ ലോകത്തിലേക്ക് ഞാൻ പുറപ്പെടണം. അപ്പോൾ 1, മറക്കണം. 2, പുറപ്പെടണം. എനിക്ക് പ്രാർത്ഥന ഇഷ്ടമില്ല, പക്ഷെ എൻ്റെ ഭാര്യയും മക്കളെ ഓർത്ത് അവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ദേവാലയത്തിൽ പോകുന്ന, ക്ഷേത്രത്തിൽ പോകുന്ന, മോസ്കിൽ പോകുന്ന ഇഷ്ടമില്ല, പക്ഷെ ജീവിത പങ്കാളിയെ പ്രതി ഞാൻ പോകണം, പോയി പ്രാർത്ഥിക്കണം. 1, മറക്കണം. 2, പുറപ്പെടണം. പാർട്ട്ണറുടെ ലോകത്തിലേക്ക്, ഇഷ്ടത്തിലേക്ക് പുറപ്പെടണം. 3, മരിക്കണം. മരിക്കണം. എന്താണ് മരിക്കണം? മരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടില്ലെങ്കിലും എൻ്റെ പങ്കാളിയെ ഊട്ടണം, ഞാൻ ഉടുത്തില്ലെങ്കിലും എൻ്റെ പങ്കാളിയെ ഉടുപ്പിക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ പങ്കാളിക്ക് ഒരു കുറവും വരരുത്. ഇതാണ് ജീവിതത്തിൽ പറയുക, മരിക്കണം. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മരിക്കണം, സ്വന്തം താല്പര്യങ്ങൾക്ക് മരിക്കണം. ഒറ്റയ്ക്കൊരു ചായ കുടിക്കാനും പലഹാരം മേടിച്ച് കഴിക്കാനും താല്പര്യമുണ്ട്, പക്ഷെ കല്യാണം കഴിയുമ്പോൾ ആ ഇഷ്ടത്തിന് ഞാൻ മരിക്കണം. കാരണം എൻ്റെ ഭാര്യയ്ക്കില്ല അതൊന്നും വേണ്ട, എൻ്റെ മക്കൾക്കില്ല അതൊന്നും വേണ്ട, എൻ്റെ സുഖം പോട്ടെ. അങ്ങനെ മരിക്കണം. 4, പുനർജനിക്കണം. എന്താ പുനർജനിക്കുക? വിവാഹത്തോടു കൂടി ഒരു പുതിയ മനുഷ്യനായിട്ട് ഭർത്താവ് മാറണം, ഒരു പുതിയ സ്ത്രീയായിട്ട് ഭാര്യ മാറണം. ഒറ്റയ്ക്കുള്ള ജീവിതമല്ല, ഒരുമിച്ചുള്ള ഒരു ഉടമ്പടി ജീവിതം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ചൈതന്യത്തിനും അരൂപിക്കും ചേർന്ന വിധം പുനർജനിക്കണം. അപ്പം മറക്കണം, പുറപ്പെടണം, മരിക്കണം, പുനർജനിക്കണം. വീണ്ടും 5, ഒന്നാകണം. വിവാഹം കഴിഞ്ഞോ എല്ലാവിധത്തിലും ശരീരത്തിൽ ഒന്നാകുന്നു, മനസ്സിലും ഒന്നാകണം, ആത്മീയതയിലും ഒന്നാകണം. ദേഹത്തിൽ പങ്കുവയ്ക്കൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും ഒന്നാകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാനുണ്ട്, ഒരുമിച്ച് ദേവാലയത്തിൽ പോകാനുണ്ട്, ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകാനുണ്ട്. ഒരേ മനസ്സ് ഒരുമിച്ച് വന്നാൽ ആങ്ങളെയും പെങ്ങളും ചുവട് വെക്കുന്ന പോലെ അങ്ങനെ ഒന്നായി തീരുന്നതാണ് ദാമ്പത്യത്തിൻ്റെ വിജയം. കുടുംബത്തിൽ ഇന്ന് വരെയുള്ള കാലങ്ങളിൽ ഒരു ഭർത്താവെന്ന രീതിയിൽ ഈ മേഖലയിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ? തിരുത്താൻ പറ്റിയിട്ടില്ലേ? എവിടെയാണ് തിരുത്തേണ്ടത്? തിരിച്ചറിയുവാനും തിരുത്തുവാനും ദൈവത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. അതിലായിരിക്കാം ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.